തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 10 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ആര്യനാട് സ്വദേശി പ്രശാന്താണ് പിടിയിലായത്. സിനിമാ സീരിയൽ മേഖലകളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ് സൂചന. ഡാൻസ് ഹൌസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. സ്വന്തന സാജു വിവരങ്ങളുമായി ചേരുകയാണ്. സ്വന്തന, 10 കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. ഇത് സിനിമാ സീരിയൽ മേഖലകളിൽ വിതരണം ചെയ്യാൻ എത്തിച്ചു എന്നാണ് സൂചന, അല്ലേ? സ്വന്തന സാജു ആണ് വിവരങ്ങളുമായി ചേരുക. 10 കിലോ കഞ്ചാവുമായാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് യുവാവ് പിടിയിലായിരിക്കുന്നത്. ആര്യനാട് സ്വദേശി പ്രശാന്താണ് പിടിയിലായിരിക്കുന്നത്. സിനിമാ സീരിയൽ മേഖലകളിൽ വിതരണം ചെയ്യാൻ എത്തിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന നടന്നത്. സ്വന്തന, പറഞ്ഞോളൂ വിശദാംശങ്ങൾ. ആര്യ, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ആര്യ ഇത്തരത്തിൽ യുവാവിനെ 10 കിലോ കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത്. ആര്യനാട് സ്വദേശിയായ പ്രശാന്ത്, 39 വയസ്സുകാരനാണ്. പ്രശാന്തിനെയാണ് ഇത്തരത്തിൽ 10 കിലോ കഞ്ചാവുമായി ഇന്ന് രാവിലെ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. നേരത്തെ തന്നെ തമിഴ്നാട് നാഗർകോവിൽ ഭാഗത്തു നിന്നും ഒരാൾ ഇത്തരത്തിൽ കഞ്ചാവുമായി വരുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിനും അതുപോലെ തന്നെ ഡാൻസ് ഓഫ് സംഘത്തിനും ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായി തന്നെ ഇന്ന് രാവിലെ പരിശോധന നടത്തുകയും ചെയ്തത്. ആ പരിശോധനയിലാണ് ഇയാളെ പിടികൂടാനായത്. കാറിലാണ് ഇയാൾ 10 കിലോ കഞ്ചാവുമായി വന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിന് ഇയാളുടെ കയ്യിൽ കഞ്ചാവുണ്ടെന്ന് മനസ്സിലായെങ്കിൽ പോലും അയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇയാൾ കാറുമായി കടന്നു കളയാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെ നടത്തിയിരുന്നു. പിന്നീട് കുറച്ചധികം പാടുപെട്ടിട്ടാണ് പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാം, ഇയാൾ ഇത് സിനിമാ സീരിയൽ മേഖലകളിലൊക്കെ തന്നെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നു എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. കാരണം ഇയാൾ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഫെഫ്കയിലെയൊക്കെ അംഗമായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരാൾ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ആ മേഖലയിൽ തന്നെ വിതരണം ചെയ്യാനുള്ളതായിരിക്കും എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ കഞ്ചാവ് കിട്ടിയത്, ആർക്കൊക്കെയാണ് ഇയാൾ ഇത് വിതരണം ചെയ്യുന്നത്, ഇതിന് മുൻപും ഇത്തരത്തിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആര്യ, ഓക്കെ, സ്വന്തന സാജു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.